മുമ്പുള്ള വീഡിയോസ് ഒക്കെ കാണാൻ കാരണം വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ്. A to B ഒരു സെമി സർക്കിൾ ആയിരുന്നെങ്കിലോ കവേർഡ് ഇതല്ലാടാ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഈ എക്സ് ഒന്ന് വെട്ടാൻ നിൽക്കരുത്, മണ്ട ഞാൻ പൊളിക്കും. അപ്പൊ അവൻ ആലോചിക്കുന്നത് അവന്റെ തോട്ട് പ്രോസസ് എന്താണ്, അവൻ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ആലോചിക്കും. ഹായ്, വെൽക്കം ടു യെറ്റ് വീഡിയോ ഓഫ് DNA ലേണിംഗ്. ഇന്ന് ഒരു 10 സെക്കൻഡ് തരൂ എന്ന് പറയുന്ന സീരീസിലെ ഒരു ടോപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ ക്വസ്റ്റ്യനോട്ട് പോവാം. മക്കളെ ഇത്രയേ ഉള്ളൂ ഈ സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇത്രയേ ഉള്ളൂ. ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഒരു +1 അഥവാ +2 കുട്ടി എടുക്കുന്ന ക്വസ്റ്റ്യൻ വളരെ തുച്ഛമായ സമയം കൊണ്ട് ഒരു നീറ്റ് അഥവാ JEE കുട്ടി എങ്ങനെ ചെയ്യും എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് ഒക്കെ കാണാൻ കാരണം വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനോട്ട് പോകുന്നു. A particle is moving on a circular path of radius r. When the particle moves from point A to B, making angle x, the ratio of distance to displacement is. നമ്മൾ ഒന്നുമില്ല, വളരെ സിമ്പിൾ. എയിൽ നിന്ന് ബിയിലോട്ട് പോവാണ്. ലെറ്റ്സ് സേ ഇതാണ് A പോയിന്റ്, ഇതാണ് B പോയിന്റ് എന്ന് വിചാരിക്കുക. എയിൽ നിന്ന് ബിയിലോട്ട് പോവാണ്. ഇവരുണ്ടാക്കുന്ന ആംഗിൾ x ആണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുമ്പോൾ അയ്യോ വളരെ സിമ്പിളാണ്. അത് ആദ്യം എങ്ങനെ ഒരു +1 കുട്ടി ക്വസ്റ്റ്യൻ നോക്കി കാണുന്നു നമുക്ക് നോക്കാം. നമുക്കറിയാം മക്കളെ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വൽ പാത്ത് കവേർഡ്. ഇതല്ലാടാ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ദി ഫൈനൽ പോയിന്റ്. ഇതാണ് നമ്മൾ ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് നമ്മൾ ഫൈനൽ പോയിന്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. രണ്ടും രണ്ടല്ലേ? ആണ്. ഇനി നമ്മൾ എങ്ങനെ ഒരു +1 കുട്ടി ചെയ്യുമെന്ന് നോക്കി കാണാം. നീറ്റ് കുട്ടി അങ്ങനൊന്നും ചെയ്യലോട്ടാ, എന്നിരുന്നാലും കൂട്ടി നോക്കി കാണാം. നോക്കി മക്കളെ, നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ആക്ച്വൽ ആർക്കാണ് അല്ലേ, മൊത്തത്തിൽ ആർക്ക് ലെങ്ത് ആണ്. അപ്പോൾ ആ കുട്ടിക്ക് അറിയാം ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് ആണ് ആംഗിൾ തീറ്റ. അതാണ് മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ റേഡിയസ് r ഈസ് ഈക്വൽ ടു തന്ന ആംഗിൾ x. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് കിട്ടി? RX എന്ന് പറഞ്ഞിട്ട് എന്ത് റോക്കറ്റ് സയൻസ് ചെയ്തോ? ഇല്ല. ഇനി നമുക്ക് വേണ്ടി AB എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഈ ട്രയാങ്കിൾ നൈസാക്കി ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നു. ഓക്കെ, ABO സെൻറ്റർ O, ഇത് R, ഇത് R. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ആംഗിൾ ബൈസെക്ടറിനെ വരയ്ക്കുന്നു. ഓക്കെ, ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ഈ ആംഗിൾ എന്താവുന്നു? x എന്ന് പറഞ്ഞ ആംഗിൾ എന്താവുന്നു? ഇത് x/2 ആവുന്നു, ഇത് x/2 ആവുന്നു. ഇനി ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ AC എന്നുള്ള സൈഡ് എനിക്ക് കണ്ടുപിടിക്കണം. കാരണം എനിക്ക് AB എന്നുള്ള ഈ സാധനം വേണ്ടത്. അപ്പോൾ ഞാൻ AC ഈ ട്രയാങ്കിളിൽ നിന്ന് കണ്ടുപിടിക്കുന്നു, ഈ ട്രയാങ്കിളിൽ BC കണ്ടുപിടിക്കുന്നു, എനിക്ക് AB ആവും. അപ്പോൾ AC ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുക? sin x/2 എന്ന് പറഞ്ഞാൽ എന്താ? sin x/2 എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ sin തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്താ? AC ഡിവൈഡ് ബൈ R. ഇതിൽ നിന്ന് AC നമുക്ക് എന്ത് കിട്ടി? R sin x/2. അതേപോലെ BC ട്രയാങ്കിൾ നമുക്ക് എന്ത് കിട്ടും? BC എന്ത് കിട്ടും? സെയിം ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? R sin x/2. ഇത് രണ്ടും ആഡ് ചെയ്താൽ എനിക്ക് AB കിട്ടുക. രണ്ടിനെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? 2R sin x/2. ഇനി നമ്മൾ നോക്കിക്കേ, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് RX ഡിവൈഡ് ബൈ 2R sin x/2. ഈ എക്സും ഈ എക്സും ഒന്ന് വെട്ടാൻ നിൽക്കരുത്, മണ്ട ഞാൻ പൊളിക്കും. അങ്ങനത്തെ ഒന്നും ചെയ്യരുത്. ഇത് ആംഗിൾ ആണ് അല്ലേ? ഈ ആറും വെട്ടി. ഉത്തരം എന്തായി? X ഡിവൈഡ് ബൈ 2 sin x/2. ഇനി നീറ്റ് കുട്ടി ഇതിനെ എങ്ങനെ ചെയ്യും? മക്കൾ, ഇതിൻ്റെ മുമ്പത്തെ ക്വസ്റ്റ്യനും നമ്മൾ എങ്ങനെ ചെയ്തിട്ടുള്ളത്? ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ മാഗ്നറ്റിസം എന്നുള്ള പാഠത്തിൽ നമ്മൾ ടോപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായി. അത് കാണാത്തവരൊന്ന് കണ്ടുനോക്കുക. കിഡിലൻ അപ്രോച്ചാണ്. അപ്പോൾ അതേ അപ്രോച്ച് തന്നെയാണ് ഇവിടെയും. ഇവിടെ ഒരു ശരിയായിട്ടുള്ള ഓപ്ഷൻ, ഇപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ളത്. ഒരു +1 കുട്ടിക്ക് അറിയാം ഓപ്ഷൻ B അവൻ കണ്ടുപിടിച്ചു, ഇങ്ങനെയാണ് ശരിയായിട്ടുള്ളത്. അപ്പം നീറ്റ് കുട്ടി ആലോചിക്കുന്നത് എങ്ങനെയാണ്? ഈ ഓപ്ഷനിൽ ശരിയായിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ആവണ്ടേ അല്ലേ? അപ്പോൾ നമ്മൾ V = U+AT എന്നുള്ള ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ആവണ്ടേ? അതേപോലെ ഇവിടെ നമുക്കൊരു ഉത്തരം തന്നിട്ടുണ്ടെങ്കിൽ ആ ഉത്തരം എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ആവണം. അപ്പോൾ അവൻ ആലോചിക്കുന്നത്, അവൻ്റെ തോട്ട് പ്രോസസ്സ് എന്താണ്? അവനൊരു സ്പെഷ്യൽ കണ്ടീഷൻ ആലോചിക്കും. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതല്ലേ എനിക്ക് ഉത്തരം കിട്ടേണ്ടത്. നമ്മൾ മാഗ്നറ്റിസം ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒന്ന് പോയി നോക്കുക. അതേപോലെ അവൻ ആലോചിക്കുന്നു, ഇങ്ങനെ വരുമ്പോൾ ഇതല്ലേ എനിക്ക് ഉത്തരം കിട്ടേണ്ടത്. അങ്ങനത്തെ ഉത്തരം തരുന്ന ഓപ്ഷൻ ഏത്? അവൻ ആലോചിക്കുന്നത്. ഇപ്പോൾ നോക്കി, അവൻ ആലോചിക്കുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് സേ A എന്നുള്ള പോയിന്റ് ഇതും B എന്നുള്ള പോയിന്റ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പോയിന്റും ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ വിചാരിക്കുന്നത് എന്താണ്? സെമി സർക്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ആംഗിൾ എന്ന് പറയുന്നത് പൈ ആണ്. ഓക്കെ, അപ്പോൾ A എന്നുള്ള പോയിന്റ് ഇവിടെ, B എന്നുള്ള പോയിന്റ് ഇവിടെ ആയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ആലോചിക്കുന്നു. അപ്പോൾ എനിക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഈ മൊത്തത്തിൽ ആർക്ക് ലെങ്ത് ആണ്. നമുക്കറിയാം ഒരു സെമി സർക്കിളിൻ്റെ ഈ പറയുന്ന സാധനം അതിൻ്റെ സർക്കംഫറൻസ് ആണ്. ആ സർക്കംഫറൻസ് എത്രയാ? ഡിസ്റ്റൻസ് അവനക്കറിയാം. സോറി, ഞാൻ കുറച്ചും ബ്രൈറ്റർ ആയിട്ടുള്ള സാധനം ഉപയോഗിക്കാം. ഓക്കെ, ഡിസ്റ്റൻസ് അവനക്കറിയാം. ഓക്കെ, ഡിസ്റ്റൻസ് നമുക്കറിയാം എന്താണ്? πr ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒരു സംശയമില്ല. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോത്ത് ആണ് അല്ലേടാ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോത്ത് ആണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താ മക്കളെ പറഞ്ഞേടാ?
ഡയമീറ്റർ അല്ലേ 2r അല്ലേ, ഈ ദൂരം എന്ന് പറയുന്നത് 2r അല്ലേ, ഈ ദൂരം എന്ന് πr അല്ലേ. അപ്പോൾ ആൻസർ എന്തായി, ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ എന്തായി π/2 എന്ന് നമുക്ക് ആൻസർ കിട്ടണം. നമുക്ക് മനസ്സിലായി. ഇത് 2 സെക്കൻഡ് കൊണ്ടൊക്കെ കണ്ടുപിടിക്കാം. ഇനി അവൻ്റെ ലക്ഷ്യം എത്രയേ ഉള്ളൂ, ഇതിൽ ഏത് ഓപ്ഷനാണ് അവനക്ക് π/2 എന്നുള്ള ഉത്തരം തരാം. അവൻ ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കും. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുകയാണ്. അവൻ ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുകയാണ്. നോക്കിക്കേ, ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുകയാണ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആംഗിൾ സബ്സ്റ്റൻഡ്. ഈ ആംഗിൾ എത്ര, ഇപ്പോൾ നമ്മുടെ കണ്ടീഷനിൽ ആംഗിൾ എത്ര മക്കളെ, π/2 അല്ലേ, ആണോ, പൈയാണ് നമ്മളെ ആംഗിള്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ പൈയാണ്. അപ്പോൾ ഈ ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. എക്സ് ഡിവൈഡ് ബൈ സൈൻ x/2 ആണ് ഉത്തരമെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, എക്സ് എന്ന് പറഞ്ഞാൽ പൈയാണ് നമ്മളെ കണ്ടീഷനിൽ. സൈൻ π/2, സൈൻ π/2 എന്ന് പറഞ്ഞാൽ സൈൻ 90 എന്ന് പറഞ്ഞാൽ എത്ര, 1 ആണ്. ഈ ഓപ്ഷൻ എന്താ ഉത്തരം പറയുന്നത്, പൈ ആണ് കേട്ടോ ഉത്തരം എന്നാണ് പറയേണ്ടത്. അതാണോ നമുക്ക് കിട്ടേണ്ടത്, അല്ല, π/2 ആണ് കിട്ടേണ്ടത്. അപ്പോൾ അത് പൊട്ട തെറ്റായി. ഇനി ഓപ്ഷൻ സി നോക്കിക്കേ. ഓപ്ഷൻ സി എന്താണ്, എക്സ് ഡിവൈഡ് ബൈ 2 cos x/2 എന്നാണ്. നമ്മൾ എക്സ് എന്താണ്, പൈ, ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് π/2. കോസ് π/2 എത്ര, കോസ് 90 എത്രയാ, 0. π/0 എന്ന് പറഞ്ഞാൽ എത്രയാ, ഇൻഫിനിറ്റി. അത് ഭയങ്കര വലിയ അബദ്ധമായി പോയല്ലേ, ആയില്ലടാ. ഇനി ഈ ഓപ്ഷനും കോസ് π/2, വീണ്ടും കോസ് 90, കോസ് 0, ഇതിനും ഇൻഫിനിറ്റി എന്നാണ് പറയുക. അപ്പോൾ ഈ 2 ഓപ്ഷൻ തരുന്നില്ല. ഇനി നമ്മളെ ഹീറോ ഓപ്ഷൻ നോക്കിക്കേ. ഈ ഓപ്ഷൻ എന്താ പറയുന്നത്, എക്സ് ഡിവൈഡ് ബൈ 2 സൈൻ x/2. എക്സിന് പകരം പൈ കൊടുക്കുന്നു. മക്കളെ എന്തിനാ എക്സിന് പൈ കൊടുക്കുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പെഷ്യൽ കണ്ടീഷനാണ്. എന്താ സ്പെഷ്യൽ കണ്ടീഷൻ, A to B ഒരു സെമി സർക്കിൾ ആയിരുന്നെങ്കിലോ, അപ്പോൾ അവിടുത്തെ എക്സ് എന്ന് പറയുന്നത് പൈയാണ്, ആംഗിൾ പൈയാണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ π/2. സൈൻ π/2 എത്ര മക്കളെ, സൈൻ 91. ഉത്തരം എന്തായി, π/2. ഉത്തരം എന്തായി, ഓപ്ഷൻ ബി. എങ്ങനെ മക്കളെ, കിടിലനല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു തന്ന ഇക്വേഷനെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പെഷ്യൽ കണ്ടീഷൻ ആലോചിക്കുക, അതിനെങ്ങനെയാണ് ഉത്തരം വരേണ്ടതെന്ന് മനസ്സിലാക്കുക. ആ ഉത്തരം നമ്മൾ ഏത് ഓപ്ഷനാണോ തരേണ്ടതെന്നോ അപ്ലൈ ചെയ്യുക. എങ്ങനെ മക്കളെ, കിടിലൻ വഴിയല്ലേ. സോ വേറൊരു വീഡിയോ കാണുന്നവരെ ആക്കിഫ് നാസിം സൈനിങ് ഓഫ്, ബൈ.